മോദിജി പോയി, അദ്ദേഹം പോയി, എല്ലാ ദേശീയ നേതാക്കളും നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രാഷ്ട്രത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് അവരുടെ പ്രവർത്തനവും അവരുടെ ഫിലോസഫിയും ഒക്കെ അതാണ്. മോദിജിയുടെ പ്രത്യേകിച്ചും കുറച്ചുകൂടെ മോദി അതിനുവേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. വേറെ ഒരു അജണ്ടയില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. 10 കൊല്ലം വർക്ക് ചെയ്തു, ഇനിയും വർക്ക് ചെയ്തിട്ട് ഭാരതത്തിൻ്റെ ഉന്നമനം, ഉയർച്ച, പുരോഗതി അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതിനുവേണ്ടി ഉള്ള കാര്യങ്ങളാണ് എല്ലാ ദേശീയ നേതാക്കളും എങ്ങനെയാണ് ഈ ജനങ്ങളെ കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളെ എൻ്റെ വാട്ട് സ്വാമിജി യൂസ് ടു സേ ഈസ് എൻ്റെ മൈ ബ്ലഡ് ആൻഡ് ഫ്ലഷ് ബ്ലഡ്, അവരെൻ്റെ സ്വന്തമാണ്. അവർ എങ്ങനെ ഏത് രീതിയിലാണ് സഹായിക്കുക, ഭാരതത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ ചിന്ത, മുൻപുള്ള മഹിമയെക്കുറിച്ച്, തൽക്കാലമുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ച്, ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ച്, ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, ജനങ്ങളുടെ ജാതി വ്യത്യാസം കൊണ്ട് അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് പല രീതിയിലുള്ള അന്നത്തെ സമൂഹം ഇന്നത്തെ സമൂഹമായിട്ട് വ്യത്യാസമുണ്ട്. അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ പ്രീതിക്ക് വേണ്ടി, അമ്മയുടെ പ്രവർത്തനം നീ ചെയ്യണം. ആളിന് മനസ്സിലായില്ല ആ സമയത്ത്, അന്ന് പയ്യനാ മനസ്സിലായില്ല. പക്ഷെ വളർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഗുരുവിൻ്റെ ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ആ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടിട്ട് കേൾക്കും. നമസ്കാരം സ്വാമിജി. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാന മണ്ഡപത്തിൽ ധ്യാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നീണ്ട 45 മണിക്കൂർ, 1.5 മാസം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് ബഹളത്തിനിടയിൽ നിന്നാണ് അദ്ദേഹം നേരെ വിവേകാനന്ദ പാറയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ധ്യാനം, മെഡിറ്റേഷൻ അത് ഏവർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യഭാരം 10 വർഷം ഏറ്റെടുത്ത ഒരാൾക്ക് മനസ്സിനെ ഒരുപക്ഷെ ഒന്ന് മനനം ചെയ്തെടുക്കുകയായിരിക്കും. നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലുള്ള ഒരു ധ്യാനത്തിന് വേണ്ടതായ ശാരീരിക ക്ഷമതയൊക്കെ തന്നെ ഉണ്ടല്ലോ. പൊതുവെ നമ്മൾ അങ്ങനെയാണ് കേട്ടറിഞ്ഞിട്ടുള്ളത്. എന്താണ് മോദിജിക്ക് ഈ ധ്യാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത്? ഏത് തരത്തിലാണ് സ്വാമിജി ഇതിനെ വിലയിരുത്തുന്നത്? അത് നല്ല വിഷയമാണ്. ഇന്ന് മോദിജി കന്യാകുമാരിക്ക് പോയിരിക്കുകയാണ്, ധ്യാനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. വിവേകാനന്ദ കേന്ദ്രത്തിലുള്ള വിവേകാനന്ദ സ്മാരകത്തിലാണ് അദ്ദേഹം ധ്യാനിക്കാനിരിക്കുന്നത്. എന്നുള്ള വിവേകാനന്ദ സ്മാരകം മനോഹരമായ ഒരു സൗധമാണ്, ഒരു സ്മാരക മന്ദിരമാണ്. വിവേകാനന്ദ സ്മാരകം വിവേകാനന്ദ സ്വാമികൾ ധ്യാനിച്ചിരുന്ന ഒരു കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഉള്ള ആശയങ്ങൾ വളരെ വിപുലമാണ്. ധ്യാനം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഈശ്വരധ്യാനം, അവബോധം, ആത്മസ്വരൂപത്തിനെ കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക, അതിലങ്ങ് നിർവൃതി ഇരിക്കുക എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ ധ്യാനത്തിനെ കുറിച്ച് നമ്മൾ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കൊരവസ്ഥയുണ്ട്, മറ്റൊരു ചിന്തയില്ലാതെ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മനസ്സിന് ഒരു ചിന്തയില്ല. അതുകൊണ്ട് ആത്മസുഖം നമ്മൾ ദിവസവും അനുഭവിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ യാതൊരു ചിന്തയില്ലാതെ സ്വസ്വരൂപ അനുസന്ധാനം, അവനവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം. അത് പലർക്കും പല രീതിയിലാണ് അത് അനുഭവപ്പെടുക. സാധാരണ ജനങ്ങൾക്ക് ദേവീദേവന്മാരെക്കുറിച്ച് വളരെ പ്രീതിയോടുകൂടി ചിന്തിച്ച് അതിലങ്ങ് ലയിക്കുക. പിന്നെ മഹാകവികളുണ്ട്, വേഡ്സ്വർത്ത് പോലെ ഉള്ളവർ. അവർ
വേഡ്സ്വർത്ത് മനോഹരമായ ഒരു സ്ഥലത്തെത്തിയാൽ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത കണ്ട് അതിലങ്ങ് ലയിച്ചു പോകും. അത് ഒരു സമാധിയാണ്. അപ്പം അങ്ങനെ പല രീതിയിലാണ് ഈ പിന്നെ ധ്യാനത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത്. വിവേകാനന്ദ കേന്ദ്രത്തിൽ സ്വാമിജി പോയി, വിവേകാനന്ദ കേന്ദ്രം സ്വാമിജി പോയി ധ്യാനിച്ചതിന് ശേഷമാണ് ആ പേര് വന്നത്. അതുവരെ വെറുതെ ഒരു പാറയായിരുന്നു. സമുദ്രത്തിൽ നിന്നൊരു 2 പള്ളം മാറിയായി അവിടെ നീന്തി കിടക്കായിരുന്നു സ്വാമിജിക്ക്. വഞ്ചിക്കാരൊന്നും സ്വാമിജിയെ കൊണ്ടുപോയില്ല, പൈസ ഇല്ലായിരുന്നു. നീന്തി കിടന്നു അവിടെ. എന്നിട്ട് പോയി ധ്യാനത്തിലായിരുന്നുള്ളത് ശരിയാണ്. പക്ഷെ ധ്യാനത്തിൻ്റെ വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ആൾക്കാർ ജനങ്ങൾ ധരിച്ചിരിക്കുന്ന പോലെയല്ല. ഈശ്വരനെക്കുറിച്ച് ധ്യാനിക്കാനല്ല പോയത്. ഈശ്വരനെക്കുറിച്ച് അദ്ദേഹം ധ്യാനിച്ചില്ല. അതെല്ലാം ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ കൂടെ ഇരുന്നപ്പോൾ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ശ്രീരാമകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിനൊരു നിർദ്ദേശം കൊടുത്തിരുന്നു, യു ഹാവ് ടു വർക്ക്. അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ പ്രീതിക്ക് വേണ്ടി, അമ്മയുടെ പ്രവർത്തനം നീ ചെയ്യണം. ആളിന് മനസ്സിലായില്ല ആ സമയത്ത്, അന്ന് പയ്യനാ, മനസ്സിലായില്ല. പക്ഷെ വളർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഗുരുവിൻ്റെ, ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ആ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടിട്ട് കേൾക്കും. അപ്പോൾ അമ്മയുടെ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ എന്താണ് അതത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു, കാൽനടയായിട്ട്, മറ്റ് യാതൊരു ഹെൽപ്പും ഇല്ലാതെ. ചിലപ്പോൾ ട്രെയിൻ ടിക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കാൽനടയായിട്ടാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോട്ടും നടന്നത്. പക്ഷെ ആ നടന്നത് അമ്മയുടെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞ അമ്മയുടെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാനാണ്. ഈ സാധാരണഗതിയിൽ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, സത്യമത. അപ്പോൾ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് കണ്ടു, ജനജീവിത ഈ ഭാരതത്തെ കണ്ടു, എല്ലാ സ്ഥലത്തും പോയി, എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു, ജനജീവിതം കണ്ടു. ജനങ്ങളുടെ കഷ്ടപ്പാടോ, ഒന്നാമത് ജനങ്ങളുടെ പട്ടിണി, പോവർട്ടി, പിന്നെ അന്നത്തെ ഈ ജാതി വിഭാഗമൊക്കെ ഹൃദയം അലിയിക്കുന്ന ജാതി വിഭാഗം മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാതെ ഇന്ന ജാതിയിൽ പെട്ടതായതുകൊണ്ട് നിരാകരിക്കുകയും അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം. അതൊക്കെ കണ്ടു സ്വാമിജീകൻ. ജനങ്ങളുടെ വിഷമ സ്ഥിതി, പട്ടിണി കണ്ട് യാതൊരു ഹെൽപ്പില്ലാതെ, യാതൊരു ആശ്രയവും ഇല്ലാതെ ആ ജനജീവിതം കണ്ട് സ്വാമിജീവിതം കരഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പരിഹാരം കാണാനാണ് സ്വാമിജീവിതം സഞ്ചരിച്ചത്. കണ്ടു, എല്ലാം പോയി കണ്ടു. ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടു, വലിയ ആൾക്കാരെയൊക്കെ കണ്ടു, എല്ലാ ഭാരതം മുഴുവൻ കണ്ടു, നടന്നു കണ്ടു. ദേശീയ നേതാക്കളിൽ ഒരൊറ്റയാളും സ്വാമിജി കണ്ടുപോലെ ഭാരതം കണ്ടിട്ടില്ല, ജനജീവിതം കണ്ടിട്ടില്ല. ഗാന്ധിജി പിന്നെ ശ്രമിച്ചിട്ടുണ്ട്, അത് പക്ഷെ ഒരു ട്രെയിനിലാണ് പോയി ഗാന്ധിജി ഒക്കെ കണ്ടത്. പക്ഷെ ഇതല്ല, ജനങ്ങളുടെ കൂടെ പോയി ജനങ്ങളെ കണ്ട്, അവരുടെ ജീവിതം കണ്ട്, അതനുഭവിച്ച്, അവരുടെ ദുരിതം കണ്ട് അനുഭവിച്ച് ഉള്ളൊരു യാത്രയായിരുന്നു. അതെല്ലാം കണ്ട് മനസ്സ് തിങ്ങി വിങ്ങി അങ്ങനെ കന്യാകുമാരി വന്നു. ദേവീ ക്ഷേത്രത്തിൽ പോയി സാഷ്ടാംഗം നമസ്കരിച്ചു. ആളിറങ്ങി വന്ന് പോയ ആളല്ല, മനസ്സ് നിറയെ ചിന്തകൾ. എങ്ങനെയാണ് ഈ ജനങ്ങളെ കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളെ എൻ്റെ വാട്ട് സ്വാമിജി യൂസ് ടു സേ ഈസ് എൻ്റെ മൈ ബ്ലഡ്, ഫ്ലഷ് ബ്ലഡ്, അവരെൻ്റെ സ്വന്തമാണ്. അവരെങ്ങനെ ഏത് രീതിയിലാണ്
സെർവ് ചെയ്യുക ശ്രീരാമകൃഷ്ണ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അതിനെയൊക്കെ ഓർത്ത് തല ഉയർത്തി നിൽക്കുന്ന പാറ കണ്ടു, 2 പാറകൾ കന്യാകുമാരിയിലെ അമ്പലത്തിൻ്റെ തൊട്ട് കിഴക്ക്. അവിടെ പോയി നീന്തി കയറി. ആരുമില്ല, തനിയേ ഉള്ളൂ. പിന്നെ ഒരു 24 മണിക്കൂർ രാത്രി ഒരു പകലൊന്നേയോടെ കഴിഞ്ഞു, ഭക്ഷണമൊന്നും ഇല്ലാതെ. എന്നിട്ട് ധ്യാനം എന്താണെന്ന് പറയാമോ? നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ധ്യാനമായിരുന്നു. ധ്യാനിച്ചത് എന്താണെന്നറിയാമോ? ഭാരതത്തിൻ്റെ മാതൃഭൂമിയുടെ മാതൃരാജ്യത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, മഹിമയെക്കുറിച്ച്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച്, ഭാവിയിൽ അതിൻ്റെ ഉയരാൻ പോകുന്ന ആ ഉയർച്ചയെക്കുറിച്ച്, അങ്ങനെ ഉള്ള ചിന്തകളാണ്. ജനങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, അവരുടെ ഭവ്യതയെക്കുറിച്ച്, അവരുടെ ഐശ്വര്യത്തെക്കുറിച്ച് ഉള്ള ചിന്ത. ചുറ്റും സമുദ്രമാണല്ലോ. ആ സമുദ്രം ആലയാടി ചാർത്തു അദ്ദേഹത്തിന് ചുറ്റും. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിനേക്കാളും തീവ്രമായിട്ടുള്ള അലയടി ഉണ്ടായിരുന്നു ഈ ചിന്തകൾ. എൻ്റെ പട്ടിണികളൊക്കെ എൻ്റെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം, അവരെ എങ്ങനെ ഉയർത്താം, ഈ ഭാരതത്തെ എങ്ങനെ ഉയർത്താം, അതിൻ്റെ നിലയിൽ മഹാത്മ്യമുള്ളൊരു പൂർവ്വസ്ഥിതിയിലേക്ക് എങ്ങനെ ഉയർത്താം, ആ ചിന്തകൾ ഒക്കെയാണ്. അപ്പോൾ അതാണ് ധ്യാനം. ഭാരതത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ ചിന്ത, മുൻപുള്ള മഹിമയെക്കുറിച്ച്, തൽക്കാലമുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ച്, ജനങ്ങളുടെ പട്ടിണിയെക്കുറിച്ച്, ജനങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, ജനങ്ങളുടെ ജാതി വ്യത്യാസം കൊണ്ട് അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് പല രീതിയിലുള്ള അന്നത്തെ സമൂഹം ഇന്നത്തെ സമൂഹമായിട്ട് വ്യത്യാസമുണ്ട്. അന്ന് സ്വതന്ത്ര ഇന്ത്യ അല്ലായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ വന്ന് നമ്മുടെ ഭരണഘടന വന്നപ്പോഴത്തേക്ക് നമ്മുടെ സമൂഹ വ്യവസ്ഥിതി വളരെ മാറിയിട്ടുണ്ട്. അന്നങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ ഓർത്ത് കരഞ്ഞു. അങ്ങനെ അതിനുള്ള പരിഹാരമാണ്, അതിനുള്ള പരിഹാരം സ്വാമിജി തേടിയാണ് അവിടെ ധ്യാനിച്ചത്. അപ്പോൾ പരിഹാരം കണ്ടു. പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിൻ്റെ തനിമയായ ആ മഹിമയെക്കുറിച്ച് എല്ലാവരെയും ബോധവാന്മാരാക്കുക, എല്ലാവർക്കും ആത്മാഭിമാനം തോന്നുക, കഷ്ടപ്പെടുന്ന ജനങ്ങളോട് ഉള്ള ഒരു സഹതാപം തോന്നുക, ജനങ്ങളിലെ പട്ടിണി മാറ്റുക. പട്ടിണി മാറ്റാൻ വേണ്ടി സ്വാമിജിക്ക് ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. ഓരോ കേന്ദ്രത്തിലും ഒരു സെൻറ്റർ തുടങ്ങിയിട്ട് അവിടെ കാർഷിക വികസനത്തെക്കുറിച്ചും മറ്റ് വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ഭാരതത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു സെൻറ്റർ തുടങ്ങണം. അങ്ങനെ ഭാരതത്തെ ഉണർത്തണം. അതിനെക്കുറിച്ചാണ് സ്വാമിജി ചിന്തിച്ചത്. ആ വിവേകാനന്ദ പാറയിലെന്ന് ചിന്തിച്ചത് അതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അത് കഷ്ടപ്പാടുകൾ കണ്ട് അനുഭവിച്ച് അവരെ എങ്ങനെ ഉണർത്താൻ, അവരെ എങ്ങനെ ഉയർത്താൻ, അവരെൻ്റെ ജീവനാടികളാണ്, മൈ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അവരെ എങ്ങനെ സേവ ചെയ്യാം, ആ സേവ ചെയ്യുന്നതാണ് മദേഴ്സ് വർക്ക്. ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരുന്ന മദേഴ്സ് വർക്ക്. അപ്പോൾ അതാണ് സ്വാമിജിയുടെ ധ്യാനം. ഇപ്പോൾ നരേന്ദ്രമോദിയും എല്ലാ ദേശീയ നേതാക്കളും വിവേകാനന്ദ കേന്ദ്രത്തിൽ പോകാറുണ്ട്. എല്ലാവരും സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനും ഭാരതത്തോടും ജനങ്ങളോടുമുള്ള സ്നേഹവും പ്രതിബദ്ധതയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സ്വാമിജിയുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ കണ്ട് പരിചയിച്ച് സ്വായത്തമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദേശീയ നേതാക്കളൊക്കെ കന്യാകുമാരി പോകുന്നത്.
ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 2000 പേര് ഭാരതത്തിൻ്റെ പല ദിക്കിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് സ്മാരകത്തിൽ പോകും. സ്മാരകത്തിൽ പോകുമ്പോൾ ധ്യാന നിരതരായിട്ടുള്ള സ്വാമിജി അല്ല അവിടെ കാണുന്നത്. എഴുന്നേറ്റ് നിൽക്കുന്ന കർമ്മത്തിന് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വിവേകാനന്ദ സ്വാമിയുടെ ശിലാവിഗ്രഹമാണ് അവിടെ കാണുന്നത്. അപ്പോൾ മോദിജി പോയി, അദ്ദേഹം പോയി, എല്ലാ ദേശീയ നേതാക്കളും നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരുടെ പ്രവർത്തനവും അവരുടെ ഫിലോസഫിയും ഒക്കെ അതാണ്. മോദിജിയുടെ പ്രത്യേകിച്ചും കുറച്ചുകൂടെ മോദി അതിനുവേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. വേറെ ഒരു അജണ്ടയില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. 10 കൊല്ലം വർക്ക് ചെയ്തു, ഇനിയും വർക്ക് ചെയ്തിട്ട് ഭാരതത്തിൻ്റെ ഉന്നമനം, ഉയർച്ച, പുരോഗതി അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതിനുവേണ്ടി ഉള്ള കാര്യങ്ങളാണ് എല്ലാ ദേശീയ നേതാക്കളും ദേശീയ നേതാക്കളും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടിയാണ്. മോദി തീവ്രമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളുമായിട്ട് സംബന്ധിച്ച് ഈ ഇലക്ഷൻ പ്രചരണ കാലത്ത് എല്ലായിടത്തും പോയി ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് സ്വയം ഒന്ന് സമാധാനിക്കാൻ, ശാന്തി സ്വാമിജിയുടെ കേന്ദ്രത്തിൽ സമാധാനത്തിന് വേണ്ടിയാണ് വിവേകാനന്ദ പാറയിൽ പോയിരിക്കുന്നത്.